أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയമുള്ള സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഉസൂൽ സലാസയുടെ 11ാമത്തെ ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതൊരു സാലിഹായ കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ വിജ്ഞാനമാണ് മനുഷ്യന് മരണാനന്തര ജീവിതത്തിലും ഉപകാരപ്പെടുക. നാഫിആയ ഇൽമ്. ഈ നാഫിആയ ഇൽമ് പഠിക്കുവാൻ വേണ്ടിയാണ് നാം ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്നത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നാഫിആയ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽ ഉസൂലു സലാസയുടെ 2ാമത്തെ അസ്ല്, 3 അടിസ്ഥാന കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങളാണ്. ഏത്? അൽ ഉസൂലു സലാസ. 1ാമത്തെ കാര്യം എന്താവുന്നു? മഅരിഫത്തുൽ അബ്ദി റബ്ബഹു. ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിനെ കുറിച്ച് അറിയുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചു കഴിഞ്ഞതാണ്. 2ാമത്തെ അസ്ൽ എന്താണ്? മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല. തെളിവ് മുഖേന ഇസ്ലാം ദീനിനെ കുറിച്ച് അറിയുക. ഈ ഇസ്ലാം ദീൻ എന്ന് പറയുമ്പോൾ അതിന് എത്ര മർത്തബകളുണ്ട്? 3 മർത്തബകളുണ്ട്, 3 ഘട്ടങ്ങൾ. 1ാമത്തെ മർത്തബ എന്താണ്? ഇസ്ലാമാണ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇസ്ലാം കാര്യങ്ങൾ, 5 കാര്യങ്ങൾ. ഇസ്ലാമും ഈമാനും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? നാം കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തതാണ്. ഇസ്ലാം എന്താണ്, ഈമാൻ ഒരുമിച്ച് പറയപ്പെട്ടാൽ ഒരർത്ഥവും, വേറെ ഉദ്ധരിക്കപ്പെടുമ്പോൾ വേറെ അർത്ഥവും തന്നെ അതിനുണ്ട്. അതായത് ഇസ്ലാമും ഈമാനും ഒരുമിച്ച് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അർത്ഥം എന്താണ്? ബാഹ്യമായ ഇസ്ലാം. ഈമാൻ എന്ന് പറയുമ്പോൾ മനസ്സിലുള്ള അദൃഢമായ വിശ്വാസത്തെ സൂചകമായ ഒരു പദമാണ് ഏത്? അൽ ഈമാൻ. മനസ്സിലായല്ലോ? ഇതാണ് അൽ ഇസ്ലാമും അൽ ഈമാനും ഒരുമിച്ച് ഉദ്ധരിച്ചാൽ ഉള്ള അർത്ഥം. അതേപോലെ തന്നെ സലഫു സാലിഹ്യങ്ങളിൽ പലരും അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാറുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു വിശ്വാസിയാണ് എന്നതിൻ്റെ മാനദണ്ഡവും നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അഥവാ ഇൻഷാ അല്ലാഹ് എന്ന് അവർ കൂട്ടിച്ചേർക്കാനുള്ള കാരണം അവർക്ക് ആഖിബത്തിനെ കുറിച്ച് ഭയമുണ്ടായിരുന്നു. അഥവാ അവരുടെ അന്ത്യം എങ്ങനെയായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ടാണ് എല്ലാ വിശ്വാസിയും മരണപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ മരിക്കുവാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ തസ്കിയത്തുൻ നഫ്സിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടി, താൻ യഥാർത്ഥ വിശ്വാസിയാണ്, പൂർണ്ണമായ വിശ്വാസം തനിക്കുണ്ട് എന്ന ആ അഹന്തതയിൽ നിന്ന് രക്ഷപ്പെടുവാനും സ്വയം പുകഴ്ത്തി പറഞ്ഞതിൽ നിന്ന് ഭയന്നുകൊണ്ടുമാണ് അവർ അത് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാരണം. അതേപോലെ തന്നെ മുർത്തദ്ദായ ഒരു മനുഷ്യൻ മുസ്ലിം ആകണമെങ്കിൽ വേണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ടേ ഇസ്ലാമിൽ പ്രവേശിക്കാൻ പറ്റും. എന്നാൽ മുർത്തദ്ദായ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായ പുറത്തു പോയ ഒരു മനുഷ്യൻ തിരിച്ച് അയാൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലണം. ഇത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു വിഷയമാണ് അല്ലേ? അപ്പം കലിമത്തു തൗഹീദുമായി ഷഹാദത്തുമായി ബന്ധപ്പെട്ട രിദ്ദത്താണെങ്കിൽ ചൊല്ലിയേ പറ്റൂ. എന്നാൽ ഇപ്പോൾ നമസ്കാരം ഉപേക്ഷിക്കുക എന്ന ചില കർമ്മവുമായി ബന്ധപ്പെട്ട രിദ്ദത്താണെങ്കിൽ ആ ഉപേക്ഷിച്ച കർമ്മം
അല്ലെങ്കിൽ നിഷേധിച്ച ഒരു സംഗതി അത് സ്ഥിരപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച കർമ്മം നമസ്കാരം പോലെ നമസ്കരിച്ചാൽ അയാൾ എന്തായി മാറി? അയാൾ ഇസ്ലാമിലേക്ക് വന്നു. മനസ്സിലായല്ലോ? ഇന്ന് നാം പഠിക്കാൻ പോകുന്നതാണ് അൽ അസ്ലു സാനി എന്ന ഇസ്ലാം ദീനെ പരിചയപ്പെടുക അല്ലെങ്കിൽ പഠിക്കുക, അറിയുക എന്നതിൻ്റെ രണ്ടാമത്തെ മർത്തബയാണ്. എന്താണ് ദീനുൽ ഇസ്ലാം? രണ്ടാമത്തെ മർത്തബ എന്താണ്? അൽ ഈമാൻ. എന്താണ്? അൽ ഈമാൻ. ഒന്നാമത്തെ മർത്തബ അൽ ഇസ്ലാം, രണ്ടാമത്തെ മർത്തബ അൽ ഈമാൻ, മൂന്നാമത്തെ മർത്തബ അൽ ഇഹ്സാൻ. അപ്പോൾ ദീനത്തെ മർത്തബകളുണ്ട്, 3 മർത്തബകളുണ്ട്. അതിനാണ് മറാത്തിബുദ്ദീൻ എന്ന് പറയും. മറാത്തിബു അദ്ദീൻ. ഇതെല്ലാം ദീനിൽപ്പെട്ടതാണ് എന്നതിനോട് തെളിവ് ഷെയ്ഖ് ഉദ്ധരിക്കും ഇൻഷാ അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ആ ദീർഘമായ ഹദീസ് ഉണ്ടല്ലോ, ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും ഇഹ്സാനും എല്ലാം പഠിപ്പിക്കുന്ന ദീർഘമായ ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഹദീസിൻ്റെ അവസാന ഭാഗത്തിന് വികസനം പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച അല്ലെങ്കിൽ സംസാരിച്ച് പോയ ഈ വ്യക്തി ആരാണെന്ന്? സഹാബത്തിൽ പറഞ്ഞു അറിയില്ല. ഇത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാമാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. ആരുടെ രൂപത്തിൽ? മനുഷ്യ രൂപത്തിൽ. അപ്പോൾ ഇന്ന് നാം പഠിക്കാൻ പോകുന്ന, ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ്? അൽ മർത്തബത്തു സാനിയ, രണ്ടാമത്തെ മർത്തബയായ അൽ ഈമാൻ ആകുന്നു. ഷെയ്ഖ് പറയുന്നു അൽ മർത്തബത്തു സാനിയ, അൽ ഉസൂലു സലാസയിൽ വായിക്കുകയാണ്. അൽ ഈമാൻ, രണ്ടാമത്തെ മർത്തബ എന്താണ്? അൽ ഈമാനാണ്, വിശ്വാസമാണ്. വഹുവ, ആ വിശ്വാസം ബിദ്ഉൻ വസബ്ഊന ശുഅബ, 70 ചില്ലാന ശാഖകളാകുന്നു. ഏത്? അൽ ഈമാൻ. ഫഅഅലാഹ, അവയിൽ ഏറ്റവും ഉന്നതമായ ശാഖ ഏതാകുന്നു? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലലാകുന്നു. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്, ഈമാനിൻ്റെ ശാഖകളിൽ ഏറ്റവും കുറഞ്ഞത് അഥവാ താഴെ യുള്ള ശാഖ എന്താകുന്നു? ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കം ചെയ്യുക. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഒരു ശാഖയാകുന്നു. ഇതൊക്കെ ഷെയ്ഖിൻ്റെ എന്താണ്? ഉസൂലു സലാസയുടെ ഇബാറത്താണ് കേട്ടോ. ആദ്യം നമ്മുടെ രീതി എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ അൽ ഉസൂലു സലാസയിലെ ആ ഇബാറത്ത് വായിക്കുന്നിട്ട് വിശദീകരിക്കും. അർക്കാനുഹു സിത്ത, ഈമാൻ കാര്യങ്ങൾ എത്രയാകുന്നു? 6 ആകുന്നു. കമാ ഫിൽ ഹദീസുള്ളത് പോലെ അൻ തുഅ്മിന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കുക. വമലായികതിഹി, മലക്കുകളിൽ. എന്താണ് അല്ലാഹുവിൽ വിശ്വാസം? മലക്കുകളിൽ വിശ്വാസം നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മുടെ വിഷയം അതാകുന്നു. വകുതുബിഹി, ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. വറുസുലിഹി, പ്രവാചകന്മാരുടെ വിശ്വാസം. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം. വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, അതേപോലെ ഖൈറാകട്ടെ ഷർറാകട്ടെ അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം. ഇതാകുന്നു അർക്കാനുൽ ഈമാൻ. അപ്പോൾ ഈമാന് ബിദ്ഉൻ വസബ്ഊന ശുഅബ അല്ലെങ്കിൽ ബിദ്ഉൻ വസിത്തൂന ശുഅബ, 60 ചില്ലാന ശാഖ അല്ലെങ്കിൽ 70 ചില്ലാന ശാഖ എന്ന് പറയുമ്പോൾ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാകുന്നു ഈ പറഞ്ഞ 6 കാര്യങ്ങൾ, 6 റുക്നുകൾ. മനസ്സിലായില്ലേ? അവയിൽ ഏറ്റവും ഉന്നതമായ മഹത്തായ ശാഖ ഏതാകുന്നു? ഒരാൾ വിശ്വാസിയാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുക, വിശ്വസിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. വഅദ്നാഹ, അവയിൽ ഏറ്റവും കുറഞ്ഞ താഴെ ഘട്ടത്തിലുള്ള ശാഖ ഏതാകുന്നു? ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്. ഈമാൻ എന്ന് പറയുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വിശ്വാസപ്രകാരം ഖൗലുൻ വഅമലുൻ വഇഅ്തിഖാദ്, ഈമാൻ വെച്ചാൽ എന്താണ്? സംസാരമാകുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുക. വഅമലുൻ, അതനുസരിച്ച് പ്രവർത്തിക്കുക. വഇഅ്തിഖാദ്, വിശ്വസിക്കുക. വിശ്വാസം മാത്രമല്ല ഈമാന്. യസീദു വയൻഖുസു, ഈമാന്
കൂടും കുറയും. ഇതും അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഈമാൻ ഒരേ അവസ്ഥയിൽ തന്നെ ഉണ്ടാകും, കൂടില്ല കുറയില്ല എന്ന് അഹ്ലുസുന്നയിൽ നിന്ന് പിഴച്ച കക്ഷികളുടെ വിശ്വാസമാണ്. സഹീഹുൽ ബുഖാരി ഉള്ളത് ബിദ്ഉൻ വസിത്തൂന ശുഅബ, സഹീഹ് മുസ്ലിമിൽ ബിദ്ഉൻ വസബ്ഊന ശുഅബ എന്നുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് ഈമാനെ സംബന്ധിച്ചുള്ള ഏത് റിവായത്താണ് കൂടുതൽ പ്രബലം. പല പണ്ഡിതന്മാരും സഹീഹുൽ ബുഖാരിയിലുള്ള ബിദ്ഉൻ വസിത്തൂന ശുഅബ 60 ചില്ലാന ശാഖകളാകുന്നു ഈമാൻ എന്ന റിവായത്താണ് അത്രേ കൂടുതൽ പ്രബലം എന്ന് ഇപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനിക്ക് ഫത്ഹുൽ ബാരിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ ഉദ്ദേശം എന്താകുന്നു? ഈമാൻ പറയുമ്പോൾ ഈമാൻ പെട്ട കുറേ കാര്യങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം നാം അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുക. കാരണം യസീദു ബിത്താഅതി വയൻഖുസു ബിൽ മഅസിയ എന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഈമാൻ കൂടും കുറയുന്നു പറഞ്ഞു. എങ്ങനെയാണ് കൂടുക? യസീദു ബിത്താഅതി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈമാൻ വർദ്ധിക്കുക. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എൻ്റെ ഈമാൻ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുക? അതിൽ അഹ്ലുസുന്നയുടെ മറുപടി എന്താണ്? സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ തന്നെ എന്താണ്? ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, തൗബ ചെയ്യണം, പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങണം, ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹുവിനോട് പാപമോചനം തേടണം. അതോടൊപ്പം എന്ത് വേണം? സൽക്കർമ്മങ്ങൾ ചെയ്യണം. സൽക്കർമ്മങ്ങൾ ചെയ്തതോടെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഫഅഅലാഹ, ഈ ശാഖകളിൽ ഏറ്റവും പ്രബലമായ മഹത്തായ ശാഖ എന്താകുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നു. അപ്പോൾ ഇത് ശരിക്ക് തൗഹീദിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? ഈമാൻ പല സൽക്കർമ്മങ്ങളും ഈമാനിൽ പെടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുണ്യകരമായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം അമലെന്താകുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. തൗഹീദാകുന്നു ഈമാനിൽ ഏറ്റവും ഉന്നതമായ പദവിയുള്ളത്. അതുകൊണ്ട് തന്നെ നാം ഇസ്ലാമിക പ്രബോധകർ നിലയ്ക്ക് ദുആത്തുകൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാകുന്നു? തൗഹീദിനാകുന്നു. മനസ്സിലായല്ലോ? കാരണം ഏറ്റവും ഈമാനിൽ സുപ്രധാനമായ ഉന്നതമായ സ്ഥാനം ഉള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത്. ഏറ്റവും നമ്മുടെ ദഅവത്തിന് നാം മുൻഗണന നൽകേണ്ടതും അതിനാണ്. അതാണ് സലഫി ദഅവയും മറ്റുള്ള ഇതര ദഅവും പ്രബോധന രീതിയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. കാരണം നമ്മൾ പല ദഅവ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രബോധന സംഘടനകളൊക്കെ പരിശോധിക്കുമ്പോൾ പലരും ക്ഷണിക്കുന്നത് ഇസ്ലാമിൻ്റെ വിവിധ വിഷയങ്ങളിലേക്കാണ്. അത് മൊത്തത്തിൽ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ പലരും നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന തത്വം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ സലഫി പ്രസ്ഥാനത്തിൻ്റെ ദഅവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താകുന്നു? ഏറ്റവും അവരുടെ ദഅവത്തിന് മുൻഗണന കൊടുക്കുക ഏതിനാകുന്നു? തൗഹീദിനാകുന്നു. അവർ വിലക്കുന്ന എതിർക്കുന്ന വിഷയത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ശിർക്കിനാണ്. അതിനുശേഷമാണ് ബിദ്അത്ത് ഖുറാഫാത്തുകൾ. നോക്കൂ നിങ്ങൾ, ഇമാതത്തുൽ അദാ അനി തരീഖ്, അത് പുണ്യകർമ്മമാണോ? തീർച്ചയായും പുണ്യകർമ്മമാണ്. പക്ഷേ അദ്നാഹ എന്നാണ് നബി പഠിപ്പിക്കുന്നത്. എന്താണ്? ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും താഴെയുള്ള ശാഖയാകുന്നു. അത് പുണ്യകരമായ ഒരു പുണ്യകർമ്മമാണ്. സ്വർഗത്തിലേക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പുണ്യകർമ്മം തീർച്ചയായും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ വിഷയത്തിൽ അതിലേക്ക് പ്രബോധനം ചെയ്യാതെ ആ വിഷയത്തിൽ വീഴ്ച കാണിച്ചുകൊണ്ട് ഇമാതത്തുൽ അദാ അനി തരീഖിലേക്ക് നാം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ഈ ഈമാനിൻ്റെ വിഷയത്തിൽ, ഈമാൻ പഠിക്കുന്ന വിഷയത്തിൽ വരുത്തിയൊരു വീഴ്ചയാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇത് ശരിക്ക് നാം പ്രത്യേകം
പ്രബോധകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് പ്രത്യേകം സാന്ദർഭികമായും ഓർമ്മപ്പെടുത്തിയതാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഇത് ഹദീസിൻ്റെ പൂർത്തീകരണമാണ്. ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള ശാഖ, അതേപോലെ ഏറ്റവും താഴെയുള്ള ശുഅബത്ത് ഹയാ, ലജ്ജയും ഈമാനിൻ്റെ ഒരു ഭാഗമാണ്, ഈമാനിൻ്റെ ഒരു ശാഖയാണ്, ശുഅബത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്താണ് ഈ ഹയാ? നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള ഒരു സ്വഭാവത്തിനാണ് ഹയാ, ലജ്ജ എന്ന് പറയും. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, നന്മ കൊണ്ടല്ലാതെ ഹയാ വരില്ല. അപ്പോൾ ഹയാ പലപ്പോഴും നാം പറയാറുണ്ട്, മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ഹയാ ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ മനുഷ്യൻ ഹയായിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ, വിദൂരപ്പെടുമ്പോൾ അവൻ എന്ത് ഹറാമായ കാര്യങ്ങളിലേക്ക് നോക്കാനും ഹറാമായ കാര്യം കേൾക്കാനും അവന് ലജ്ജ ഉണ്ടാവില്ല. മനസ്സിലായില്ല? അപ്പോൾ ഈ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒരു മനുഷ്യൻ കൃത്യനിഷ്ഠത പോലെ ചെയ്യുന്നു, ഹറാമായ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നു, അവനാവുന്നു യഥാർത്ഥ ഹയാ ഉള്ളൊരു മനുഷ്യൻ. ഏറ്റവും കൂടുതൽ ഹയാ അള്ളാഹുവിൻ്റെ ഹുദൂദുകൾ പാലിക്കുന്ന വിഷയത്തിനാണ് ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹാ. അതായത് ഒരു കന്യകയായ ഒരു പെൺകുട്ടി അവളുടെ വീട്ടിനകത്ത് മറക്കുള്ളിൽ എത്രമാത്രം ലജ്ജയോടെയാണ് ഒരു കന്യകയായ ഒരു പെൺകുട്ടി ഉണ്ടാവുക, അതിനേക്കാൾ ഹയാ ആയിരുന്നു ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നല്ല ഹയാ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ നബിയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അപ്പോൾ ഹയായുടെ ഭാഗമായിട്ട് ഹദീസിൻ്റെ പൂർത്തീകരണം എന്താണ്? വക്കാന ഇദാ കരിഹ ഷൈഅൻ അറഫ്നാഹു ഫീ വജ്ഹിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നബിക്ക് വ്യക്തിപരമായി വെറുപ്പുള്ളൊരു കാര്യം നബിക്ക് തോന്നിക്കഴിഞ്ഞാൽ നബിയുടെ മുഖത്തിൽ നിന്ന് മനസ്സിലാവുന്നു, മുഖത്തിൽ നിന്ന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് വെറുപ്പുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ പലപ്പോഴും പലരും ഈ ഹയാ ഉള്ളവരെ, ലജ്ജയുള്ളവരെ തരം താഴ്ത്തിയാണ് സംസാരിക്കാറുള്ളത്. ഇപ്പോൾ പലപ്പോഴും പരസ്യമായി തിന്മ ചെയ്യുവാനും വിളിച്ചു പറയാനും അതിൽ അഭിമാനം കൊള്ളാനൊക്കെ ശരിക്ക് ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പലരും എടുത്തു പറയാറുള്ളത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, അള്ളാഹുവിനെ കോപിതനാക്കുന്ന പ്രവർത്തനമാണോ അതിൽ നിന്ന് വിട്ടുനിൽക്കലാകുന്നു, അത് വർജിക്കലാകുന്നു ഏത്? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഹയാ. അതേപോലെ സഹാബത്തുകൾ ഏറ്റവും കൂടുതൽ ഹയാ ഉള്ള ഒരു സഹാബിവരനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ. ദീർഘമായ ഒരു ഹദീസാണ്. എൻ്റെ ഉമ്മത്തിനോട് ഏറ്റവും കൂടുതൽ റഹ്മത്തുള്ള, കാരുണ്യമുള്ള വ്യക്തി ആരാവുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു. വ അശദ്ദുഹും ഫി അംരില്ല, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഏറ്റവും കർശനമായ നിലപാടുള്ള സഹാബി ഉമർ. വ അസ്ദഖുഹും ഹയാഅൻ, ഏറ്റവും കൂടുതൽ ഹയാ ഉള്ള സഹാബി വര്യൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഈ ഹയാ ഉള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹയാ കാരണം, ലജ്ജ കാരണം മലക്കുകളടക്കം ഉസ്മാനോട് ഹയാ കാണിച്ചിരുന്നു, ലജ്ജയുണ്ടായിരുന്നു. ആത്മാർത്ഥമായ സത്യസന്ധമായ ലജ്ജയുള്ള സഹാബിയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്തു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എൻ്റെ വീട്ടിലായിരുന്നു
കിടന്നുകൊണ്ട് കാശിഫൻ അൻ ഫഖിദൈഹി ഔ സാഖൈഹി, നബി സല്ലല്ലാഹു കടക്കുകയായിരുന്നു, നബിൻ്റെ കാലോ തുടഭാഗമോ വെളിപ്പെട്ടിരുന്നു. ഫസ്തഅദന അബൂബക്കർ, അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിൻ്റെ വീട്ടിലേക്ക് വന്ന് അനുവാദം ചോദിച്ചുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫഅദിന ലഹു, നബി സല്ലം അനുവാദം കൊടുത്തു. അപ്പോൾ നബി വസല്ലമിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു, നബി കടക്കുകയായിരുന്നു, നബിൻ്റെ കാൽഭാഗമോ അല്ലെങ്കിൽ തുടഭാഗമോ വെളിപ്പെട്ട് കൊണ്ട്. ഈ ഹദീസിൻ്റെ പൂർത്തീകരണം നമുക്ക് വായിക്കാം വിഷയം. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചു പ്രവേശിക്കാൻ. ഉമറിനും അനുവാദം നൽകി. സുമ്മസ്തഅദന ഉസ്മാൻ, ശേഷം മൂന്നാമതായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചു. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാൻ റളിയല്ലാഹു പ്രവേശിച്ചപ്പോൾ നബി സല്ലം ഇരുന്നു. വസവ്വാ സിയാബഹു, നബിയുടെ വസ്ത്രമൊക്കെ സാധാരണ രൂപത്തിലാക്കി ആ കാൽഭാഗമൊക്കെ മറച്ച്, അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവേശിച്ചത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ദഖല അബൂബക്കർ ഫലം തഹ്തശ ലഹു വലം തുബാലിഹി ثم ദഖല ഉമർ ഫലം തഹ്തശ ലഹു വലം തുബാലിഹി. അതായത് അബൂബക്കറും ഉമറും നബിയെ കടന്നു വന്നപ്പോൾ താങ്കൾ ശ്രദ്ധ കൊടുക്കാത്ത രൂപത്തിൽ തന്നെ താങ്കൾ ഇരിക്കുകയും, എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നപ്പോൾ താങ്കളുടെ വസ്ത്രമൊക്കെ താങ്കൾ ശരിയായ രൂപത്തിൽ അത് വെക്കുകയും അങ്ങനെ ചെയ്തപ്പോൾ എന്താണെന്ന് ഇതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചു. ഫഖാല അലാ അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹു മലായിക, മലക്കുകൾ ലജ്ജിക്കുന്ന ഒരു വ്യക്തിയിൽ ഞാനും ലജ്ജ കാണിക്കേണ്ടേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം മറ്റു സഹാബത്തുകൾക്ക് ലജ്ജയില്ല എന്നല്ല, മറിച്ച് ഓരോ സഹാബിക്കും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അപ്പം മലക്കുകൾ അടക്കം ലജ്ജിക്കുന്ന ഒരു സഹാബി എന്ന സവിശേഷത ആരുടെ സവിശേഷതയായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു സവിശേഷതയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സവിശേഷത, ആ ഗുണം മാനിച്ചുകൊണ്ട് അവിടെ ആ കാൽഭാഗം അല്ലെങ്കിൽ ആ തുടഭാഗം അടക്കം മറച്ചു എന്നാണ്. ഇവിടെയാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത്, തുട കാണിക്കുന്നത് ഹറാമാണോ, അഥവാ തുടഭാഗം, പുരുഷൻ്റെ തുടഭാഗം അത് ഔറത്തിൽ പെട്ടതാണോ പെട്ടതല്ലേ എന്ന് ചർച്ച പണ്ഡിതന്മാർക്ക്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്. അതിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നു തുടഭാഗം ഔറത്തിൽ പെട്ടതാണ്. ചില ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്നു. ഒരിക്കൽ ജർഹദ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു തുടഭാഗം കാണിച്ചപ്പോൾ നബി വസല്ലം പറഞ്ഞു, ഗത്തി ഫഖിദക് ഫഇന്നൽ ഫഖിദ മിനൽ ഔറ, താങ്കളുടെ തുടഭാഗം താങ്കൾ മറക്കുക, കാരണം തുട ഔറത്തിൽപ്പെട്ടതാകുന്നു. പക്ഷേ ഈ ഹദീസ് ചർച്ചാ വിഷയമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ, ബഹുഭൂരിഭാഗം ജുംഹൂറിൻ്റെ വീക്ഷണം എന്താകുന്നു? ഔറത്താകുന്നു. ചില പണ്ഡിതന്മാർ, ഇമാം അഹ്മദിൻ്റെ ഒരു റിവായത്താണ് തുടഭാഗം ഔറത്തല്ല, അവർ ഉദ്ധരിച്ച ഒരു തെളിവാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തുടഭാഗം കാണിച്ചു, അത് ഔറത്താണെങ്കിൽ അത് കാണിക്കുമായി ഇല്ലായിരുന്നു എന്നുള്ള ഒരു വാദം. എന്നാൽ ഈ ഹദീസിൽ തുടഭാഗമാണോ കാലാണോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സംശയത്തോടെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് തെളിവാക്കാൻ പറ്റില്ല എന്നും ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ മറുപടി കൊടുത്തു. തീർച്ചയായും സൂക്ഷ്മതയുള്ള വീക്ഷണം എന്താകുന്നു? അത് മറക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ ഫിത്നയുടെ ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരൊക്കെ പലപ്പോഴും ചെറിയ ഈ കൗമാരപ്രായമുള്ള മുറാഹിഖീങ്ങളായ ചെറുപ്പക്കാരൊക്കെ പല നാടുകളിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടികളുടെ പോലെ നടക്കാനും പെൺകുട്ടികളെ അനുകരിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുകയും അതേപോലെ മുഖഭാഗങ്ങളൊക്കെ ഭംഗി വരുത്തി അവർ യഥാർത്ഥത്തിൽ ആ പുരുഷത്വം നഷ്ടപ്പെടുന്ന രൂപത്തിൽ പലരും നടക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ശരിക്കും മാതാപിതാക്കൾ വേണ്ട തർബിയത്ത്, നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട നിർബന്ധമായ ഒരു സാഹചര്യമാകുന്നു. അത് അവഗണിക്കുന്നത് വലിയ അബദ്ധമാണ്, ആപത്താണ്. അത് കൂടുതൽ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇവിടെ ഈ വിഷയത്തിൽ വിശാലതയുണ്ട്, അല്ലെങ്കിൽ തർക്കമുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും പറഞ്ഞു കൊടുക്കേണ്ടത് അത് മറക്കേണ്ട ഒരു
ഭാഗം തന്നെയാണെന്ന നിലക്കാണ് നാം മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖ് പറയുന്നു അർക്കാനുഹു സിത്ത, നമ്മൾ ഈമാൻ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. അപ്പോൾ ഈമാന് രണ്ടാമത്തെ മർത്തബയാകുന്നു. 70 ശാഖകൾ ഈമാനുണ്ട്. ഏറ്റവും ഉന്നതമായ ശാഖയാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നു. ഏറ്റവും താഴെയുള്ള ശാഖ ഇമാത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ നിന്നും ഉപദ്രവത്തെ നീക്കം ചെയ്യുക. ഹയാ ലജ്ജ ഈമാനിൽ പെട്ടതാകുന്നു. ഇതൊക്കെ നാം പഠിച്ചു. ഇനി അർക്കാനുഹു സിത്ത, ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? 6 ആകുന്നു. ഈമാൻ ഘടകങ്ങൾ കമാ ഫിൽ ഹദീസിലുള്ളത് പോലെ അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരി വശർരി. ഈ ഹദീസ് ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് ഈ ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, ഇഹ്സാനൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഹദീസ് പൂർണ്ണമായും ഉദ്ധരിക്കും. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പഠിക്കും ആ ഹദീസ്. ഇനി എന്താണ് ഈമാൻ കാര്യങ്ങൾ? അത് നമുക്ക് പെട്ടെന്ന് ഈ ക്ലാസ് അതോടെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്താകുന്നു അള്ളാഹുവിൽ വിശ്വാസം? പലപ്പോഴും നമ്മൾ മദ്രസകളിലും അതേപോലെ ക്ലാസ്സുകളിലേക്ക് കേൾക്കാറുണ്ടല്ലേ ഈമാൻ കാര്യങ്ങൾ. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം എന്താണ്? ഈ അള്ളാഹുവിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താകുന്നതിൻ്റെ മാനദണ്ഡം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. മലക്കുള്ളിൽ വിശ്വാസം നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് മലക്കുള്ളിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്താ ഉദ്ദേശം? അതാണ് നാം ലഘുവായ ഭാഷയിൽ നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈമാൻ കാര്യം അഥവാ അള്ളാഹുവിൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. 4 കാര്യങ്ങൾ ഏതിൽ ഉൾപ്പെട്ടു? അള്ളാഹുവിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളാകുന്നു അതിൽ ഉൾക്കൊള്ളുന്നത്. ഒന്ന്, അൽ ഈമാനു ബി വുജൂദില്ല, അള്ളാഹു ഉണ്ട് എന്ന യാഥാർത്ഥ്യം, അതിൽ വിശ്വസിക്കുക. ഒന്നാമതായി നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഈ ബഹുദൈവവിശ്വാസികളെ ഗണ്ണിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് ഖുർആൻ പറയാണ് അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഒരു സൃഷ്ടാവില്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അല്ല അവർ തന്നെ സ്വയം സൃഷ്ടിച്ചതാണോ, സൃഷ്ടാക്കളാണോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഇത് ശരിക്ക് നാം ചിന്തിക്കേണ്ട, അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഹൃദയത്തെ സ്പർശിക്കുന്ന ചില ആയത്തുകളാണ്. സൂറത്ത് തൂറിൽ 2-ാമത്തെ പേജ് നാം പ്രത്യേകം വായിക്കേണ്ട ഭാഗങ്ങളാണ്. ഒരിക്കൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തു, ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു എന്ന സഹാബി വര്യൻ, അദ്ദേഹം പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബിൽ സൂറത്ത് തൂർ ഒരിക്കൽ ഓതുകയുണ്ടായി. ഫലമ്മ ബലഗ ഹാദിൽ ആയ, ഈ ആയത്ത് എത്തിയപ്പോൾ എന്താണത്? അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. സൃഷ്ടാവില്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ, അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? അം ഖലഖുസ് സമാവാതി വൽ അർദ്, അല്ല അവർ ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ചോ? ബൽ ലാ യുഖിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. അം ഇൻദഹും ഖസാഇനു റബ്ബിക്, താങ്കളുടെ റബ്ബിൻ്റെ ഖജനാവുകൾ അവരുടെ കൈവശമാണോ? അം ഹുമുൽ മുസൈത്തിറൂൻ, അവർ തന്നെയാണോ നിയന്ത്രിക്കുന്നത്? ഇത് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അം ഖലഖുസ് സമാവാതി വൽ അർദ് എന്ന് പറയുമ്പോൾ ആകാശങ്ങളും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് അവരാണോ എന്ന് പറയുമ്പോൾ തീർച്ചയായും അവരല്ല. അപ്പം സൃഷ്ടിച്ച ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെയാണ് അവർ ആരാധിക്കേണ്ടത്. ഇത് ചിന്തിപ്പിക്കുകയാണ് അള്ളാഹു. അപ്പോൾ എന്താണ് ജുബൈർ എന്ന് പറയുന്നു, കാദ ഖൽബി അൻ യതീർ, എൻ്റെ ഹൃദയം, എന്താ മലയാളത്തിൽ സാഹിത്യ ഭാഷയിൽ പറയാം, അതെ, പോകാൻ പോകുന്ന രൂപത്തിൽ എനിക്കത്രക്കും ഭയം തോന്നി. എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ഭക്തി തോന്നി. പണ്ഡിതന്മാർ പറയുന്നു, ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു മുശ്രിക്കായിരുന്നു. ബദർ യുദ്ധത്തിന് ശേഷം അദ്ദേഹം മദീനയിലേക്ക് വന്നു. എന്തിനു വേണ്ടി? ബദറിൽ തടവുകാരാക്കപ്പെട്ട ആ വ്യക്തികളെ മോചിപ്പിക്കുവാൻ, പിഴ നൽകുവാൻ വേണ്ടി വന്നു. അങ്ങനെ
അദ്ദേഹം ശേഷം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിക്കാനുള്ള ഒരു കാരണം ഈ ആയത്ത് കേട്ടതാണത്ര. ഇപ്പോൾ ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായും അത് ഒരു മുഅ്ജിസത്താണല്ലോ, അത്ഭുത ഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് മനസ്സിൽ തട്ടുമ്പോൾ അത് ഈമാനിലേക്ക് ക്ഷണിക്കുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ വുജൂദിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ ഉണ്മയിലുള്ള, അള്ളാഹു ഉണ്ട് എന്നൊരു വിശ്വാസമാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താകുന്നു? അൽ ഈമാനു ബി റുബൂബിയത്തിഹി, അള്ളാഹു റുബൂബിയത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ രക്ഷകർത്താവ്, രക്ഷിതാവ് അള്ളാഹു മാത്രമാകുന്നു എന്ന വിശ്വാസം. എന്താണ് റബ്ബ് എന്നതിൻ്റെ മാനദണ്ഡം? എന്താണ്? അതായത് മുൽക്കും തദ്ബീറും ഖൽഖുമുള്ള രക്ഷകർത്താവ് ഇത് അള്ളാഹു മാത്രമാണ്. അതായത് ലോകത്തിൻ്റെ ആധിപത്യം, നിയന്ത്രണം, സൃഷ്ടിപ്പ് ഇതാരുടെ ഗുണങ്ങളാകുന്നു? അള്ളാഹിൻ്റെ ഗുണങ്ങളാകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് റബ്ബ് അള്ളാഹു മാത്രമാകുന്നു. അർ റബ്ബ് അള്ളാഹു മാത്രമാകുന്നു എന്നൊരു വിശ്വാസം. മൂന്നാമത്തെ കാര്യം അൽ ഈമാനു ബി ഉലൂഹിയത്തി സുബ്ഹാനഹു. ഇത് വളരെ മനോഹരമായ രൂപത്തിൽ ഈ ഈമാൻ കാര്യങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഒരു പുസ്തകമുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഷർഹു ഉസൂൽ ഈമാൻ. വളരെ ഭംഗിയായ രൂപത്തിൽ അത് ചിട്ടപ്പെടുത്തി അത് വിശദീകരിച്ച പണ്ഡിതനാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ. ഷർഹു ഉസൂൽ ഈമാൻ എന്ന കൊച്ചു ഗ്രന്ഥത്തിൽ അതിൻ്റെ രത്ന ചുരുക്കമാണ് നാം ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താകുന്നു? അൽ ഈമാനു ബി ഉലൂഹിയത്തി സുബ്ഹാനഹു, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം. എന്താ ഈ അർത്ഥം? അള്ളാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ എന്ന് ഉറച്ച് വിശ്വസിക്കുക. അതിൽ അള്ളാഹുവിന് യാതൊരു പങ്കാളികളുമില്ല. നാലാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ അസ്മായിലും സിഫാത്തിലും വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ, ഈ ഗുണങ്ങളിലും ഈ നാമങ്ങളിലും അള്ളാഹുവിന് പങ്കുകാരില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ സുന്ദരമായ മനോഹരമായ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, സിഫാത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് നാം അള്ളാഹുവിനോട് ചോദിക്കുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, ഏറ്റവും മഹത്തായ നാമങ്ങൾ, സുന്ദര നാമങ്ങൾ അള്ളാഹുവിനുള്ളതാണ്. ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഇതാകുന്നു അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വാസം എന്ന് പറഞ്ഞതിൻ്റെ ഈ 4 കാര്യങ്ങളാകുന്നു പ്രധാനമായും അതിൻ്റെ ഉദ്ദേശം. ഒന്നാണ് അൽ ഈമാനു ബി വുജൂദില്ല, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുക. 2 അള്ളാഹു റുബൂബിയത്തിൽ വിശ്വാസം. 3 അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം. 4 എന്താകുന്നു? അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിലുള്ള വിശ്വാസം. ഒരു ചോദ്യമാണ്, പെട്ടെന്ന് കാര്യം മനസ്സിലായോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം, അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിങ്ങനെ കണാ പിടിച്ചാൽ പോരല്ലോ. ആരാ കൈ പൊക്കുക? നമ്മൾ ഷെയ്ഖുമാരാരും കൈ പൊക്കാൻ പാടില്ല. അഹ്സൻത്. ആരാധനക്കർഹൻ ഇലാഹ് അള്ളാഹു മാത്രമാകുന്നു. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. നമ്മൾ പഠിച്ചാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? ലാ ഇലാഹ എന്നതിന് അർത്ഥം എന്താണ്? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാകുന്നു. അള്ളാഹു അല്ലാതെ വേറെ ആർക്കും അതിന് അർഹതയില്ല. ഇനി മലക്കുൽ വിശ്വാസം, അതും 4 കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. വൽ ഈമാനു ബിൽ മലായികതി യതദമ്മനു 4 ഉമൂർ. ഒന്നെന്താണ്? അൽ ഈമാനുൽ വുജൂദി, മലക്കുകൾ ഉണ്ട്, അവരുടെ വുജൂദിലുള്ള വിശ്വാസം. മലക്കുകൾ എന്ന സൃഷ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് മാത്രം ജീവിക്കാൻ സാധിക്കുന്ന ഒരു സൃഷ്ടിയാണ്, വിഭാഗമാണ് ആര്? മലക്കുകൾ. ഈ മലക്കുകൾ എന്ന വിഭാഗമുണ്ട് എന്ന് വിശ്വസിക്കണം. കാരണം ഖുർആൻ സുന്നത്തും പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താകുന്നു? അൽ ഈമാനു ബിമൻ അലിംന ഇസ്മഹു മിൻഹും, അതായത് നമുക്ക് സ്ഥിരപ്പെട്ടത് പ്രകാരം അവരിൽ മലക്കുകളിൽപ്പെട്ട ചില മലക്കുകളുടെ പേരുകൾ ഖുർആനും സുന്നത്തിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥിരപ്പെട്ട പേരുകളിൽ നാം വിശ്വസിക്കുക. ഉദാഹരണം ജിബ്രീൽ അലൈഹിസ്സലാം. ആർക്കും സംശയമില്ലല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കുണ്ട്.
എന്താണ് വഹി പ്രവാചകന്മാർക്ക് എത്തിക്കുന്ന മലക്കാണ്. ഈ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു അല്ലേ. അല്ലമഹു ഷദീദുൽ ഖുവ, അതിശക്തനായ ഒരു മലക്കാകുന്നു നബിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. അതേപോലെ തന്നെ ഇസ്രാഫീൽ, മീകായിൽ അലൈഹിസ്സലാം, ഇതൊക്കെ സ്ഥിരപ്പെട്ട സഹീഹായ ഹദീസുകളിലുള്ള മലക്കുകളാണ്. എന്നാൽ ചില മലക്കുകളുടെ പേര് സാധാരണക്കാർ പറഞ്ഞു നടക്കാറുണ്ട്, അത് സ്ഥിരപ്പെടണം എന്നില്ല. ഉദാഹരണം അസ്രായീൽ. അസ്രായീൽ എന്ന പേര് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടില്ല. ചില ഇസ്രായേലിയാത്തുകളിൽ വന്നിട്ടുണ്ട്. സഹീഹായ ഹദീസുകളിൽ മലക്കുൽ മൗത്ത്, റൂഹ് പിടിക്കുന്ന മലക്ക് അസ്രായീലാണ് എന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു സ്ഥിരപ്പെട്ട കാര്യമായി നാം പറഞ്ഞു നടക്കേണ്ടതില്ല. അതേപോലെ തന്നെ റിദ്വാൻ. ഇപ്പോൾ നമുക്കറിയാം ഖുർആനിൽ ഈ നരകത്തിൻ്റെ ഖജനാവ് കാവൽക്കാരനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, മാലിക്. പക്ഷേ റിദ്വാൻ എന്ന മലക്കാണോ സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ, ഖാസിനുൽ ജന്ന? ഈ വിഷയത്തിൽ എന്തുണ്ട്? ചർച്ചയുണ്ട്. അതിലും സഹീഹായ ഹദീസിൽ വന്നിട്ടില്ല എന്നാണ് പ്രബലമായ വീക്ഷണം. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ചർച്ചയുണ്ട്. ഇസ്രാഫീൽ അലൈഹിസ്സലാം, സഹീഹായ ഹദീസിൽ പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രാഫീൽ അലൈഹിസ്സലാം ആണോ ഈ കാഹളത്തിൽ ഊതുന്നത്? ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ റിവായത്തുകൾ ചർച്ചയ്ക്ക് വിധേയമാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അൽ അഖീൽ പറഞ്ഞു, സഹീഹായ ഹദീസിൽ ഞാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാം ആണ് കാഹളത്തിൽ ഊതുന്ന മലക്ക് എന്ന പേര് സഹീഹായ ഹദീസിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊക്കെ പലപ്പോഴും നാം കേൾക്കാറുള്ള പേരുകളാണ്. പക്ഷേ സ്ഥിരപ്പെട്ട പേരാണോ നമുക്ക് വിശ്വസിക്കാം, സ്ഥിരപ്പെട്ടില്ലെങ്കിൽ നമുക്കത് പഠിക്കാം, അന്വേഷിക്കാം എന്ന് മാത്രം. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ്, ഒന്നാമത്തെ മലക്കുകൾ വിശ്വാസം പറയുമ്പോൾ 4 കാര്യങ്ങൾ അതിലടങ്ങിയത്. ഒന്നെന്താണ്? മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക. രണ്ടെന്താണ്? മലക്കുകളുടെ സ്ഥിരപ്പെട്ട നാമങ്ങളിൽ വിശ്വസിക്കുക. മൂന്നെന്താണ്? അൽ ഈമാനു ബിമാ അലിംനാ മിൻ സിഫാത്തിഹിം, അതായത് സ്ഥിരപ്പെട്ട അവരുടെ ഗുണങ്ങൾ, സവിശേഷതകൾ, അവരുടെ സ്വഭാവങ്ങൾ നാം അതിൽ വിശ്വസിക്കുക. ഉദാഹരണമായി നമുക്കറിയാം മലക്കുകളുടെ ഒരു പ്രത്യേകത എന്താണ്? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അള്ളാഹു ഒരിക്കലും ധിക്കരിക്കുകയില്ല. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതവർ പ്രവർത്തിക്കുന്നു. അതേപോലെ യുസബ്ബിഹൂന അല്ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ, രാത്രിയും പകലുമെല്ലാം നിരന്തരമായി അവർ രാപ്പകലുകളിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തി പറയുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. ലാ യഫ്തുറൂൻ, അവർക്ക് യാതൊരു മടിയും ഇല്ല, അലസതയും ഇല്ലാതെ അവർ നിരന്തരമായി അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത് ശരിക്ക് ഈ മലക്കളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ സ്ഥിരപ്പെട്ട ഇതൊക്കെ ഖുർആനിലുള്ള ആയത്താണ്, നാം വിശ്വസിക്കണം. അതേപോലെ നമുക്കറിയാം ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ എന്താണ്? വലഹു 600 ജനാഹ്, 600 ചിറകുകളുണ്ട്. അതായത് വാനലോകത്തെ മൂടുന്ന രൂപത്തിൽ ഒരു മലക്കാകുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. 600 ചിറകുകളുണ്ട്. അപ്പോൾ ചിറകുകൾ ഉള്ള ഒരു വിഭാഗമാണ് ആര്? മലക്കുകൾ. 600 ചിറകുണ്ട് ആർക്ക്? ജിബ്രീൽ അലൈഹിസ്സലാമിന്. ഇത് സാങ്കല്പികമായ ഒരു വിശ്വാസമല്ല, മറിച്ച് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണിത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ശരിക്കും എന്താണ്? സ്ഥിരപ്പെട്ട കാര്യമാണോ? നാം വിശ്വസിക്കണം. ഇതെൻ്റെ ബുദ്ധിക്ക് യോജിക്കൂല, അല്ലെങ്കിൽ ശാസ്ത്രം തെളിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് വലിയ അബദ്ധമാണ്. അത് വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യമാണ്. അതേപോലെ 4ാമത്തെ കാര്യം, സ്ഥിരപ്പെട്ട ഹദീസുകളിൽ അതേപോലെ ഖുർആനിൽ വന്ന മലക്കുകളുടെ പ്രവർത്തനങ്ങളിലുള്ള വിശ്വാസം. ഇതാണ് 4ാമത്തെ കാര്യം. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. തസ്ബീഹ് ചൊല്ലുന്നത് എന്താണ്? മലക്കുകളുടെ ഒരു ദൗത്യമാണ്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം വഹി എത്തിക്കുന്നു, നബിക്ക് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതൊക്കെ എന്താണ്? സ്ഥിരപ്പെട്ട അവരുടെ ദൗത്യമാണ്. അതേപോലെ 3ാമത്തെ കാര്യമാകുന്നു അൽ ഈമാനു ബിൽ കുത്തുബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകിയ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം.
ഇതിലും 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്നെന്താണ്? അൽ ഈമാനു ബി അന്നഹ മുനസ്സലത്തു മിൻ ഇൻദില്ലാഹി ഹഖ്ഖ. ഇത് സത്യമായും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളാകുന്നു. ഏത്? ഖുർആനിലും ഹദീസിലൊക്കെ അള്ളാഹും റസൂലും പരിചയപ്പെടുത്തിയ ആ ഗ്രന്ഥങ്ങൾ അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയ ഗ്രന്ഥങ്ങളാകുന്നു എന്ന് വിശ്വസിക്കുക. നമുക്കറിയാം ഖുർആൻ പല ഗ്രന്ഥങ്ങളുടെയും പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്, അല്ലേ? രണ്ടാമത്തെ കാര്യം എന്താകും? തസ്ദീഖു മാ സഹ്ഹ മിൻ അഖ്ബാരിഹ. ആ ഗ്രന്ഥങ്ങളിലുള്ള അഖ്ബാറുകൾ, വാർത്തകൾ, അവ അറിയിച്ചു തന്ന അത് സ്ഥിരപ്പെട്ടതാണോ അത് നാം വിശ്വസിക്കണം. ഇപ്പം മുമ്പുള്ള ഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ഗ്രന്ഥങ്ങളിലുള്ള അഖ്ബാർ, വാർത്തകൾ, വിവരങ്ങൾ എല്ലാം 100% നമുക്ക് എത്തിപ്പെട്ടത് ഏത് മുഖേനയാണ്? ഖുർആൻ മുഖേനയാണ്. ഉദാഹരണമായി ഇപ്പം പ്രവാചകനെ പരിചയപ്പെടുത്തിയപ്പോൾ വസല്ലം നബിയുടെ പേര് എന്താണ്? മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിൽ തൗറാത്തിലും ഇഞ്ചിയിലും ഉണ്ട്. എന്നിട്ടും വേദക്കാർ നിഷേധിക്കുന്നു. ഇപ്പോൾ തൗറാത്തും ഇഞ്ചിയിലിനെ കുറിച്ച് ഖുർആൻ പല അധ്യായങ്ങളിലും പല സൂറത്തുകളിലും പല ആയത്തുകളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. അതെന്താണ്? നമുക്ക് 100% നമുക്ക് വിശ്വസിക്കാം. പറഞ്ഞു വരുന്നത് ഖുർആൻ അവസാനത്തെ ഗ്രന്ഥം. ഖുർആനെ അള്ളാഹു എന്തെല്ലാം നമുക്ക് മുമ്പുള്ള പ്രവാചകന്മാരെക്കുറിച്ച്, സമുദായങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തന്നോ അതെല്ലാം നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കണം. മൂന്നാമത്തെ കാര്യം അൽ അമലു ബി അഹ്കാമി മാ ലം യുൻസഖ് മിൻഹ. അതായത് നസ്ഖ് ചെയ്യപ്പെടാത്ത, ഉയർത്തപ്പെടാത്ത നിയമങ്ങളനുസരിച്ച് നാം പ്രവർത്തിക്കണം. അപ്പോൾ ഖുർആനിലുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ എന്താണോ അതനുസരിച്ച് നാം പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ, ഖുർആൻ അവതീർണമായതിന് ശേഷം ഖുർആൻ ഇറങ്ങിയതോടെ മുമ്പുള്ള എല്ലാ ഗ്രന്ഥങ്ങളെയും എന്താണ് അത് കീഴടക്കി, അഥവാ ഖുർആനിനാകുന്നു മറ്റു ഗ്രന്ഥങ്ങളുടെ മേലെ ആധിപത്യമുള്ളത്. അഥവാ പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഖുർആൻ നസഖൽ കുതുബസ് സമാവിയ്യത്തസ് സാബിഖ. അതായത് ഖുർആൻ അവതരിച്ചതോടെ മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും വിധി ഉയർത്തപ്പെട്ടു. ഇപ്പോൾ ഖുർആൻ കൊണ്ട് മാത്രമേ നാം പ്രവർത്തിക്കാൻ പാടുള്ളൂ. കാരണം ഓരോ റസൂലിൻ്റെയും ശരീഅത്ത് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ അവലംബിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് ആ ഒരു ശരീഅത്ത് പ്രകാരമാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശരീഅത്ത് പ്രകാരം മാത്രമാണ് നാം പ്രവർത്തിക്കേണ്ടത്. പ്രവാചകന്മാരുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു. ഒന്ന്, പ്രവാചകന്മാരുടെ റിസാലത്തിലുള്ള വിശ്വാസം. അതായത് നാം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിച്ച ആ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ട് ജനങ്ങളിലേക്ക് എന്ന് നാം വിശ്വസിക്കും. രണ്ടാമത്തെ കാര്യം, ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തിയ പ്രവാചകന്മാരുടെ പേരുകളിൽ നാം വിശ്വസിക്കുക. നമുക്കറിയാം എത്രയോ പ്രവാചകന്മാരുടെ പേര് ഖുർആനിൽ വന്നിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം, നൂഹ്, ഈസ, അങ്ങനെ ഇദ്രീസ്, ദുൽകിഫിൽ, അങ്ങനെ പല പ്രവാചകന്മാരും. ഈ പ്രവാചകന്മാരിലൊക്കെ നാം വിശ്വസിക്കുക, ആ പേരുകളിൽ നാം വിശ്വസിക്കുക. എന്നാൽ ചില പ്രവാചകന്മാരുടെ പേര് ഖുർആനിൽ വന്നിട്ടില്ല, ചില ആസാറുകളിൽ വന്നിട്ടുണ്ട്, പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. അത് ചർച്ചയ്ക്ക് വിധേയമാണ്. അഥവാ ഖുർആൻ ഉദ്ധരിച്ച പ്രവാചകന്മാരുടെ വിധിയല്ല അതിന്. ഉദാഹരണമായിട്ട് ദാനിയാൽ എന്ന പ്രവാചകൻ്റെ പേര് സഹീഹായ ഹദീസിൽ വന്നിട്ടില്ല. ഒരു പ്രവാചകനാണെന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒരിക്കൽ ഒരു ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ദാനിയാൽ എന്ന പ്രവാചകൻ്റെ ഖബറാണെന്ന് പറയപ്പെട്ട ഒരു ഖബർ പ്രത്യക്ഷപ്പെട്ടു. അത്ര നോക്കുമ്പം ശരീരത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്താണ്, ജനങ്ങളൊന്നും കാണാത്ത രൂപത്തിൽ അതിനെ ഭദ്രമായ രൂപത്തിൽ അതിനെ ഖബർ ചെയ്ത് ഖബറടക്കുക എന്ന് ഉത്തരവ് നൽകി. പറഞ്ഞു വരുന്നത് ചില ആസാറുകൾ വന്നിട്ടുണ്ട്, ഞാൻ സ്ഥിരപ്പെട്ട ഹദീസ് വന്നിട്ടില്ല. അതേപോലെ ഷീസ് അലൈഹിസ്സലാം എന്ന് ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ അഥവാ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഖാബീൽ ആരെ വധിച്ചു? ഹാബീലിനെ വധിച്ചു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന് നൽകിയ പുത്രനാണത്രേ ആര്? ഷീസ്. ഷീസിൻ്റെ അർത്ഥം ഇമാം ഇബ്നു കസീറൊക്കെ അൽ ബിദായത്തു നിഹായിൽ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഔദാര്യം എന്നാണ് അത്രേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഷീസ് എന്ന പേര് സഹീഹായ ഹദീസിൽ വന്നിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. 100% സ്ഥിരപ്പെട്ട പ്രവാചകന്മാരാണോ ആ പ്രവാചകന്മാരുടെ പേരിൽ നാം വിശ്വസിച്ചേ പറ്റൂ. അതേപോലെ തന്നെ തസ്ദീഖു മാ സഹ്ഹ അൻഹും മിൻ അഖ്ബാരിഹിം, പ്രവാചകന്മാരുടെ വിവരങ്ങൾ, സ്ഥിരപ്പെട്ട വിവരങ്ങൾ നാം വിശ്വസിക്കണം. ഉദാഹരണമായി നമുക്കറിയാം, പലപ്പോഴും ഖുർആനിലൂടെ നാം വായിക്കുന്നൊരു കഥയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അതിഥികളുടെ കഥ, അല്ലേ? 3 അതിഥികൾ മനുഷ്യന്മാരുടെ രൂപത്തിൽ അവരുടെ വീട്ടിലേക്ക് വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് വന്നു. ഹൽ അതാക ഹദീസു ദൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ, മാന്യന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അതിഥികളുടെ കഥ താങ്കളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ലേ എന്ന് ഒരു ചോദ്യരൂപത്തിൽ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതേപോലെ അൽ അമലു ബി ശരീഅതി മൻ ഉർസില ഇലൈനാ മിൻഹും, ആ പ്രവാചകന്മാർ നമ്മിലേക്ക് ആരാണ് നിയോഗിക്കപ്പെട്ടത്, അയക്കപ്പെട്ടത്, ആ പ്രവാചകന്മാരുടെ ശരീഅത്തനുസരിച്ച് പ്രവർത്തിക്കുക. ഇപ്പോൾ നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകൻ. ആ പ്രവാചകൻ ശരീഅത്തനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റൂ. ചില പിഴച്ച സൂഫി ചിന്താഗതി പ്രകാരം മൂസാ നബി അലൈഹിസ്സലാമിന് ശരീഅത്തിൽ നിന്ന് ഖിദ്ർ നബി അലൈഹിസ്സലാം പുറത്തു പോയതുപോലെ തന്നെ ഒരു മഹാവലിയിന് വിലായത്തിൻ്റെ ആ ഉന്നതമായ പദവിയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് പ്രകാരം തന്നെ ജീവിക്കണമെന്നില്ല. പിന്നെ സ്വയം എങ്ങനെയാണോ മനസ്സിൽ വരുന്ന ഇൽഹാം, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ, അതനുസരിച്ച് ജീവിച്ചാൽ മതി. ഒരിക്കൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഹജ്ജിന് വന്ന ഒരു ഹാജിയരുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഈ പിഴച്ച സൂഫി ചിന്താഗതിക്കാരനാണ്. അദ്ദേഹം ബഹുമാനിക്കുകയും ആദരിക്കുകയും അഥവാ ആരാധിക്കുകയും വേണമെങ്കിൽ പറയാം ചെയ്യുന്ന ഒരു തങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, ആ മനുഷ്യൻ പറയാണ്, എനിക്ക് ഹജ്ജ് നിർബന്ധമല്ല, അഥവാ മക്കയിലേക്ക് വന്ന് ഹജ്ജ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റെ തങ്ങളുടെ ആ മക്കാമിലേക്ക് അഥവാ സന്നിധിയിലേക്ക് പോയി എന്താ പറയുക പൊരുത്തം വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഹജ്ജ് പൂർണ്ണമായി. പിന്നെ എല്ലാവരും ഹജ്ജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വന്നു. അപ്പോൾ എന്തായി മാറി? ഹജ്ജ് കർമ്മം നിഷേധിച്ച ആൾ എന്തായി മാറി? അയാൾ കാഫിറാണ്. അപ്പോൾ ഇത് ശരിക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് പ്രകാരം ജീവിക്കേണ്ടതില്ല, ശരീഅത്തിൽ നിന്ന് പുറത്തു പോകാം എന്നുള്ള ആ വാദം വലിയ അപകടമാണ്. അത് കുഫ്രിലേക്കാണ് അത് എത്തിക്കുന്നത്. അവൻ ഒരു മനുഷ്യൻ കാഫിറാകുന്ന ഒരു കാര്യമാകുന്നത്. ഉദാഹരണം പറഞ്ഞത് മാത്രം. അന്ത്യനാളിൽ വിശ്വാസം നമ്മൾ കഴിയാനായി ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പൂർത്തീകരിക്കുകയാണ്. അന്ത്യനാളിൽ വിശ്വാസം പറയുമ്പോൾ 4 കാര്യങ്ങളിൽ അടങ്ങുന്നുണ്ട്. ഒന്ന് അൽ ഈമാനു ബിൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പുള്ള വിശ്വാസം. എല്ലാ മനുഷ്യന്മാരും മരിച്ചതിന് ശേഷം അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. രണ്ടാമത്തെ കാര്യം എന്താകുന്നു? അൽ ഈമാനു ബിൽ ഹിസാബി വൽ ജസാ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെയും വിചാരണ ചെയ്യും. അങ്ങനെ വിചാരണ ഒന്നുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പറഞ്ഞു വരുന്നത് ഈ വിചാരണയുള്ള വിശ്വാസം ഇതൊക്കെ സഹീഹായ ഹദീസുകളിലും ഖുർആനിക ആയത്തുകളിലുമുള്ള കാര്യങ്ങളാകുന്നു.
അതേപോലെ തന്നെ സ്വർഗ നരകത്തിലുള്ള വിശ്വാസം, എന്താണ് മൂന്നാമത്തെ കാര്യം. ഇപ്പോൾ പരലോകത്തിൽ വിശ്വാസം പറയുമ്പോൾ വിശാലമായൊരു മേഖലയാണ്, പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ 4 കാര്യങ്ങൾ. 1 ഉയർത്തെഴുന്നേൽപ്പ്, 2 എന്താണ് വിചാരണ, 3 സ്വർഗനരകം, അതേപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതത്തിലുള്ള ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തിയ എല്ലാ വിശ്വാസങ്ങളിലും നാം വിശ്വസിക്കണം. ഉദാഹരണം, എല്ലാ കാര്യങ്ങളിലും ഉദാഹരണമായി നമുക്കറിയാം, ഒരു മനുഷ്യൻ ഖബറടക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് വരും? ആര് വരും? 2 മലക്കുകൾ വരും. അൽ മുൻകറു വൻ നക്കീർ, ചോദ്യം ചെയ്യും. അപ്പോൾ എന്താണ്? അതിനാണ് ഫിത്നത്തുൽ ഖബർ എന്ന് പറയാം. ഫിത്നത്തുൽ ഖബർ. വിശ്വാസി, യഥാർത്ഥ വിശ്വാസി ആ പരീക്ഷയിൽ വിജയിക്കും. ആ ഇനത്തിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതൊക്കെ എന്താണ്? അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാകുന്നു. അവസാനമായി അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വ ശർരിഹി, അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം. അതിൽ 4 കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ഇതിനാണ് പണ്ഡിതന്മാർ മറാത്തിബുൽ ഖദർ എന്ന് പറയാം. വിധിക്കെന്ത് എത്ര മർത്തബയുണ്ട്? 4 മർത്തബ. ഇത് നാം പഠിച്ചിരിക്കേണ്ടതാണ്. ഒന്നെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെക്കുറിച്ചും അള്ളാഹുവിന് അറിവുണ്ട്, വ്യക്തമായ അറിവുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത എല്ലാവരും എന്താണ്? ആലമാണ്. പഠിച്ചതല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചാണ്. അൽ ആലം, ലോകം എന്നതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു അല്ലാത്തതെല്ലാം ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും സൃഷ്ടികളാണ്. അള്ളാഹു അല്ലാത്തവരല്ലേ, അള്ളാഹു സൃഷ്ടികളാകുന്നു. ഈ സൃഷ്ടികളെക്കുറിച്ച് അള്ളാഹുവിന് കൃത്യമായ അറിവുണ്ട്, എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവ്. ഇതാണ് ഒന്നാമത്തെ വിധിയിലുള്ള വിശ്വാസത്തിന് ഒന്നാമത്തെ ഘട്ടമാകുന്നു ഇത്. രണ്ടാമത്തെ മർത്തബ എന്താണ്? അൽ ഈമാനു ബി അന്നല്ലാഹ കതബ ദാലിക ഫി ലൗഹിൽ മഹ്ഫൂദ്. അള്ളാഹു എന്താണോ അറിഞ്ഞത് അതെല്ലാം അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൃഷ്ടികളെക്കുറിച്ച് അള്ളാഹുവിനറിയാം, അവരുടെ എല്ലാ വിധിയെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം കൃത്യമായി അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്. അള്ളാഹു പറയാണ്, താങ്കൾക്കറിയില്ലേ ആകാശങ്ങളിലും ഭൂമിയിലും എല്ലാം അള്ളാഹുവിന് അറിയാം. ഇന്ന ദാലിക ഫീ കിതാബ്, നിശ്ചയം അതെല്ലാം ഗ്രന്ഥത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ഗ്രന്ഥം? ലൗഹുൽ മഹ്ഫൂദ്. ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അതെല്ലാം അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടാവിന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായി രേഖപ്പെടുത്താൻ യാതൊരു പ്രയാസവുമില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? അൽ ഈമാനു ബി അന്ന ജമീഅൽ കായിനാതി ലാ തകൂനു ഇല്ലാ ബിമശിയത്തില്ലാ. ഏതൊരു വസ്തുവും അള്ളാഹുവിന് ഉദ്ദേശമില്ലാതെ ഉണ്ടാകുന്നില്ല. അഥവാ മാഷാ അല്ലാഹു കാൻ, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് സംഭവിക്കും. വമാ ലം യശ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിക്കാത്തത് ഉണ്ടാകുന്നതിന് സംഭവിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവമാണെങ്കിലും എന്ത് നമുക്ക് സംഭവിച്ചാലും അതെല്ലാം അള്ളാഹുവിൻ്റെ മശീഅത്ത് പ്രകാരമാണ് ഉണ്ടാകുന്നത്, സംഭവിക്കുന്നത് നാം വിശ്വസിക്കണം. മനസ്സിലായില്ലേ? നാലാമത്തെ കാര്യം അൽ ഈമാനു ബി അന്ന ജമീഅൽ കായിനാതി മഖ്ലൂഖത്തുൻ ലില്ലാഹ്. എല്ലാ സൃഷ്ടികളും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്നു, സൃഷ്ടിപ്പ് പ്രകാരമാകുന്നു എന്ന് നാം വിശ്വസിക്കും. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളാഹുവിൻ്റെ ഒരു വചനമാണ്. അള്ളാഹു എല്ലാം സൃഷ്ടിച്ചവനാകുന്നു, ഖാലിഖാകുന്നു, സൃഷ്ടാവാകുന്നു എല്ലാത്തിൻ്റെയും. ഇതാണ് 4 മർത്തബകൾ അൽ ഖദറിന്, വിധിയുള്ള വിശ്വാസം പറയുമ്പോൾ ഈ 4 കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. ഒന്നെന്താണ്? അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു, അള്ളാഹു അറിഞ്ഞതെല്ലാം അള്ളാഹു ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതെന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും സംഭവിക്കില്ല, അഥവാ എന്ത് സംഭവിച്ചാലും ഇത് അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മാത്രമാകുന്നു. നാലാമത്തെ കാര്യം അള്ളാഹു സൃഷ്ടിച്ച അഥവാ അള്ളാഹു വിധിച്ച എല്ലാ കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല
ഈ പ്രപഞ്ചത്തിലുള്ള ഈ സൃഷ്ടികളെല്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. ഇതാകുന്നു മറാത്തിബുൽ ഖദർ. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പണ്ഡിതന്മാർ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കുക, പഠിക്കുക, വിശ്വസിക്കുക, അത് പ്രചരിപ്പിക്കുക. അല്ലാഹു തആല നാഫിആയ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും സഹായിക്കുമാറാകട്ടെ. അത് അനുസരിച്ച് പ്രബോധനം ചെയ്യുവാനും ഇഖ്ലാസോടെ നാം പഠിപ്പിച്ചു കൊടുക്കുവാനുമുള്ള കരുത്തും ആഫിയത്തും ഇഖ്ലാസും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലിം അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.